ആ കന്യാസ്ത്രീകൾ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമ്മയോട് ഇങ്ങനെ പെരുമാറോ ബി ജെ പി? അല്പം ലജ്ജയുണ്ട്. എന്നിട്ട് വന്ന് ഷോഫ് വർത്തമാനം പറയല. ആ ഷോയും കയ്യിൽ വെച്ചിരുന്നത് ബി ജെ പിക്കാരൻ. അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഹൃദയം പൊട്ടിയാണ് ആ രണ്ട് കന്യാസ്ത്രീകൾ ഞങ്ങളോട് സംസാരിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ ഒരു വിതുമ്പിയത് എവിടെയാണ്? അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കുന്ന രോഗപീഠയേക്കാൾ അവർ വിതുമ്പിയതൊരു ഘട്ടത്തിലാണ്. അത് ആവർത്തിച്ച് പറഞ്ഞവർ വിതുമ്പുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്. ആ ചോദ്യം എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ചിലവിൽ ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അവർ തൊഴുകൈകളോടെ സഖാവ് വൃന്ദയോടും ഞങ്ങളോടും ചോദിച്ചത് എന്താണ്? ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ആൾ വരും. വേദപാഠ ക്ലാസ് ഈ പുറത്തെ കോൺവെൻറ്റിൽ നടക്കുമ്പോൾ ആ കോൺവെൻറ്റിലെ വേദപാഠ ക്ലാസ്സിനകത്തേക്ക് ഒരു സംഘം ഇരച്ചു കയറി വരികയാണ് ജയ് ശ്രീറാം വിളികളുമായി. എന്നിട്ട് മുഴുവൻ പേരെയും പരിശോധിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ആരെങ്കിലും ഹിന്ദുക്കളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് ആരാണിവർ ഇവർ പരിശോധിക്കാൻ? എല്ലാം പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കുകയാണ്. ഈ ഭീകരാന്തരീക്ഷം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും ഉണ്ട് ജീവനോടെ. തെമ്മാടിത്തരം കാണിച്ചിട്ട് വെറുതെ വർത്തമാനം പറയരുത്. അതാണ് എൻ്റെ മറുപടി. അതിനകത്ത് കിടക്കുന്ന രണ്ട് സ്ത്രീകളില്ലേ, കന്യാസ്ത്രീകൾ. ആ കന്യാസ്ത്രീകൾ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമ്മയോട് ഇങ്ങനെ പെരുമാറോ ബി ജെ പി? അല്പം ലജ്ജയുണ്ട്. എന്നിട്ട് വന്ന് ഷോഫ് വർത്തമാനം പറയല. ആ ഷോയും കയ്യിൽ വെച്ചിരുന്നത് ബി ജെ പിക്കാരൻ. എന്താ സംഭവം? എന്താ നമ്മുടെ നാട്ടിൽ ഈ തിരുവസ്ത്രം ധരിച്ച ഒരാൾ ബസ്സിൽ കയറിയാൽ ഏതൊരാളാവട്ടെ എഴുന്നേറ്റ് മാറിക്കൊടുക്കും, ആ കസേര കൊടുക്കും, ആ സീറ്റ് കൊടുക്കും, നമ്മൾ ബഹുമാനിക്കും. അവർ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഹൃദയം പൊട്ടിയാണ് ആ രണ്ട് കന്യാസ്ത്രീകൾ ഞങ്ങളോട് സംസാരിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞ ഒരു വിതുമ്പിയത് എവിടെയാണ്? അവർ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കുന്ന രോഗപീഠയേക്കാൾ അവർ വിതുമ്പിയതൊരു ഘട്ടത്തിലാണ്. അത് ആവർത്തിച്ച് പറഞ്ഞവർ വിതുമ്പുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്. ആ ചോദ്യം എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ചിലവിൽ ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അവർ തൊഴുകൈകളോടെ സഖാവ് വൃന്ദയോടും ഞങ്ങളോടും ചോദിച്ചത് എന്താണ്? ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നാണ്. ഞങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ കാണുന്നില്ല. ഈ സേവനം ചെയ്യുന്ന ഞങ്ങളെ, നിങ്ങൾക്കിടയിൽ ഈ ഞങ്ങളെ എന്തിനാണ്? ഇത് ആവർത്തിച്ചു പറഞ്ഞ് ഈ സിസ്റ്റർമാർ ഞങ്ങളുടെ മുമ്പിൽ വിതുമ്പാണ്. ഹൃദയം പൊട്ടി വേദനിക്കുകയാണ്. അങ്ങനെ ഹൃദയഭേദകമായി ഈ കാഴ്ച കണ്ട നടുവിൽ നിന്നിട്ട് രാഷ്ട്രീയ വർത്തമാനം പറയാൻ ബി ജെ പിക്കാരൻ നിൽക്കരുത്. അല്പം മാന്യതയുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് പുറത്തിറക്കണം. എന്താ ഇവിടെ ചെയ്തേ? ഒരു കാര്യം കേട്ടെ, ബി ജെ പി ഇപ്പോൾ നയം മാറ്റും. അതായത് ഇടതുപക്ഷത്തിന്റെയും മറ്റുമുള്ള ശക്തമായ പ്രതിഷേധം ബി ജെ പിക്ക് അവരുടെ കേരളത്തിലെ ഘടകത്തെ ഇങ്ങോട്ട് അയക്കേണ്ടി വന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്ത് വിവരക്കേടൊക്കെയാണ് ഇത് പറയുന്നത്? ബി ജെ പിയുടെ ഘടകം ഈ പറയുന്നതെല്ലാം വിവരക്കേടാണ്. അതിനൊന്നും പ്രതികരണം പോലും അർഹിക്കാത്ത കാര്യങ്ങളാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സഖാവ് കെ രാധാകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു. രാജ്യത്ത് നിരവധി പേരെ ഇതുപോലെ ജയിലിലടയ്ക്കുന്നു. ആ ജയിലിലടയ്ക്കുന്നവരെ കാണാൻ ആൾ വരില്ലേ? അത് പുറത്ത് പറയരുതെന്നാ? അതൊക്കെ അനാവശ്യമായി പറയുന്ന കാര്യമാണ്. അതായത് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ഇവിടെ നിന്ന് പോകും, പക്ഷേ ഇവിടെ സമാന്തര പെട്രോളിംഗ് നടത്തി സമാന്തരമായിട്ട് അന്വേഷണം നടത്തി ആളുകളെ വിചാരണ ചെയ്യുന്ന ഒരു ഘട്ടം പോലും ചില ബജരംഗ പ്രവർത്തകർ നേതാക്കൾ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ചില പാസ്റ്റർമാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് നിരന്തരം നടക്കുന്നതാണ്. ഇത് മാത്രം മാധ്യമ ശ്രദ്ധയിൽ വന്നു. അത് തീർച്ചയായും. ഞങ്ങളിതുപോലെ കോൺവെന്റിൽ പോയി. ഇവിടെ നിന്ന് കോൺവെന്റിൽ പോയപ്പോൾ ഒരു സിസ്റ്റർ പുറത്തുനിന്ന് വരികയാണ്. ആ സിസ്റ്ററാണെന്ന് അത് മനസ്സിലായില്ല, കാരണം ചുരിദാറാണ് ഇട്ടിരുന്നത്. അകത്ത് പോയി വസ്ത്രം മാറി തിരിച്ചു വന്ന സന്ദർഭത്തിൽ ഞങ്ങൾ വീണ്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു, തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നതിന് പോലും ഭയമാണ്. ഒരു ചാനലിന് ബൈറ്റും കൊടുത്തിട്ടുണ്ട് അവർ. തിരുവസ്ത്രം ധരിച്ചു പുറത്തിറങ്ങാൻ ഭയമാണ്. ഇതാണ് താങ്കൾ ചോദിച്ചതിന് ഉത്തരം. ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ആൾ വരും. വേദപാഠ ക്ലാസ് ഈ പുറത്തെ കോൺവെൻറ്റിൽ നടക്കുമ്പോൾ ആ കോൺവെൻറ്റിലെ വേദപാഠ ക്ലാസ്സിനകത്തേക്ക് ഒരു സംഘം ഇരച്ചു കയറി വരികയാണ് ജയ് ശ്രീറാം വിളികളുമായി. എന്നിട്ട് മുഴുവൻ പേരെയും പരിശോധിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ആരെങ്കിലും ഹിന്ദുക്കളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് ആരാണിവർ ഇവർ പരിശോധിക്കാൻ? എല്ലാം പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കുകയാണ്. ഈ ഭീകരാന്തരീക്ഷം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും ഉണ്ട് ജീവനോടെ. ആ ഭരണഘടനയുടെ കീഴിലാണ് ഇതെല്ലാം നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നടന്ന മുഴുവൻ ഈ ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോൾ പോലീസ് കസ്റ്റഡിക്കകത്ത് കയറി ഈ പറയുന്ന ബജ്രംഗ് ദളിന്റെ ഗുണ്ടകൾ, തെമ്മാടി സംഘം അവരെ മാറ്റി നിർത്തി അവിടെ വെച്ച്, അതിനുള്ളിൽ വെച്ച്
പോലീസ് നിസ്സഹാരായി നിൽക്കുക. അതിൻ്റെ മുമ്പിൽ വെച്ച് ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ആ പയ്യനെ എത്രമാത്രം അടിച്ച്, ആ പയ്യനെ ജയിലിനകത്ത് അദ്ദേഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ സൂപ്രണ്ടിനോട് സംസാരിച്ചു. ആ 19 വയസ്സുകാരനായ ആദിവാസി യുവാവിനെ ഇപ്പോൾ തന്നെ പ്രത്യേകം ഒരു സെല്ലിലേക്ക് അദ്ദേഹത്തിൻ്റെ കംഫർട്ടബിൾ അനുസരിച്ച് മാറ്റാമെന്ന് ഇപ്പോൾ സൂപ്രണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് 2 കന്യാസ്ത്രീകൾക്കും അവർ ആർത്രൈറ്റിസ് എല്ലാം നേരിടുന്നുണ്ട്, ഒരുപാട് രോഗപീഠകളുണ്ട്, അവർക്ക് അടിയന്തരമായി ബെഡ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതും അവർ ചെയ്യാമെന്നിപ്പോൾ ഞങ്ങളോട്